2900 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ വിവരം പുറത്തുവന്ന മണിക്കൂറുകൾക്കകമാണ് ഡൽഹിയിൽ ഉഗ്രസ്ഫോടനം അരങ്ങേറിയത്. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഡോക്ടർമാരുടെ കൈവശം എത്തിച്ചതിന്റെ ഗൂഢാലോചന പാകിസ്ഥാനിലും നിയന്ത്രണം കാശ്മീരിലുമായിരുന്നുവെന്ന് അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. ഡോക്ടർമാരായതിനാൽ തലസ്ഥാന മേഖലയിൽ ആരും സംശയിക്കില്ല എന്ന ധാരണയിലാണ് തങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് ഡോക്ടർ അദീലും ഡോക്ടർ മുജമ്മിൽ ഷക്കീലും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായി ഉന്നത കേന്ദ്രങ്ങൾ അറിയിച്ചു. ലക്ഷ്യം ഏതാണെന്ന സംശയത്തിന് കാത്തിരുന്ന് കാണുമെന്നാണ് ഇരുവരോടും കാശ്മീരിലെ കേന്ദ്രങ്ങൾ പറഞ്ഞത്. ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നീ തീവ്രവാദ സംഘടനകളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തി. രാജ്യ തലസ്ഥാനത്ത് വർഗീയമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ലക്ഷ്യമായിരുന്നുവെന്ന് ഇരുവരും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. 2018-നും 2021-നും ഇടയിൽ കാശ്മീരിൽ പരിക്കേറ്റ ഭീകരർക്ക് വൈദ്യസഹായം നൽകിയിരുന്നതായും ഇവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ജമ്മുവിലെ ഇമാമായ ഇർഫാൻ അഹമ്മദാണ് ഡോക്ടർമാരെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടത്. 2019-ൽ സുരക്ഷാസേന വധിച്ച കൊടും ഭീകരൻ സാക്കിർ മൂസയുമായി ഇമാമിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഫരീദാബാദിലെ അൽ ഫലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മുജമ്മിൽ ഷക്കീൽ ജോലി ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് 45 കിലോമീറ്റർ മാത്രമാണ് ഫരീദാബാദിലേക്കുള്ളത്.